ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾക്കൊരു ഭാരം ആവാതിരിക്കാൻ ഞങ്ങൾ നാടേ വിട്ടു പോകും. ഞങ്ങളെല്ലാവരും ഒരു പാക്കേജ് ആയിട്ടാണ് നാട് വിടുന്നത്. നീല 4 പേരെടുക്കുന്ന സംഘം ശരിക്കും ഞങ്ങള് പാറമടയിലല്ലാട്ടാ വന്നിരിക്കുന്നത്. ബാക്കില് മലയുണ്ട്. ഇത് ഞങ്ങള് ക്യാമറ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് ഏതാണ് ഈ മരക്കുറ്റി? സഹൃദയനായ നാട്ടുകാരി, എന്റെ അരുമ കൂട്ടുകാരി, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബാൻഫിലെ വലിയ മലനിരകളും ഗുണ്ടോള അമ്പരചുംബിയായ ഗുണ്ടോളയും. ആ ഗൊണ്ടോളക്ക് ഗൊണ്ടോളന്ന് പേര് വരാനുള്ള കാരണം എന്താന്നായിരിക്കും? ഗൊണ്ടോളക്ക് പേര് വരാനുള്ളത് ഗൊണ്ടോ എന്ന് പറഞ്ഞ ആളുണ്ടാക്കിക്കൊണ്ടായിരിക്കും ഗൊണ്ടോള എന്ന് പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇത്ര പ്രഖ്യാതമായ ഈ ഗൊണ്ടോളയുടെ പാറ പൊട്ടിക്കാൻ പോകുന്നത്? കഴിവ് വേണം, കഴിവ്. എങ്ങനെയായിരിക്കും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് കണ്ണൂരുകാർക്ക് മാത്രം അറിയാവുന്നതാണ്. ഓ, കണ്ണൂരുകാർക്ക് മാത്രം. അവിടെ കണ്ണൂര് മാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്ത ഏതോ ഒരു ബോംബ്. രണ്ട് മികച്ച ഐഡിയ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്കൈ വാക്ക്. ഞങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊരു സ്കൈ വാക്ക് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വക 2 കണ്ണാടി വെച്ചതിന്റെ വക. ഇവൻ പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വേറെ മറ്റൊരു ഗണ്ടോളം ഓടിപ്പിക്കാന്നാണ്. പക്ഷെ സ്കൈ വാക്കായിരിക്കും നല്ലത്. നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ നടന്നു പോവാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊരു പാലോട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബഞ്ചി ജമ്പിങ്. ഓ നൈസ്, കൂൾ വൺ ഡൂഡ്. ഇവിടുന്ന് അവിടെ ഒരു പാലോട്. ഗണ്ടോളയിൽ കയറി പോവുകയാണ് ഞങ്ങൾ. ഡമ്മി ഗണ്ടോള എങ്ങാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾ മേളിലാണ്. ഇത് ആക്ച്വലി ഡമ്മി ഗണ്ടോളയാണ്. ബിക്കോസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് നമ്മള്. ആ പോണതില് സുബിൻ സാബ് ആൻഡ് അരുൺ പ്രദീപ് ഉണ്ട്. ആരാത്തവരൊക്കെ ഈ ഗുണ്ടോളയില് വന്ന് വർത്തിട്ടാണെന്ന് വെച്ചാൽ പക്ഷെ ആരും മേടിക്കണ്ട. പേടിക്കാൻ മാത്രമൊന്നുമില്ല ഗൈസ്. എനിക്ക് ഹൈറ്റിനെ പേടിയായിട്ട് ഉൾഭയം വരുമ്പോ ഉള്ളിന്ന് പോകാതെ നോക്കണം. അത്രേ നമുക്ക് പറയണം. പർവ്വതനിരകളെ ചുംബിച്ച് നിൽക്കുന്ന മേഘപാളികളും അതിനിടയിലൂടെ മേഘപാളികൾ. വെള്ളത്തിൽ പോയി നോക്കി. നീല നിറം, പച്ച, അതിലൊന്നിലും നീല നിറം, പച്ച, പച്ചയായിരുന്നു. ഇതാണ് കോൺസോലേഷൻ. അല്ല, ലേക്ക് മൊറൈൻ. മേളിലെത്തിയപ്പോ ഫോട്ടോ എടുക്കാനുള്ള ആക്രാന്തത്തിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഇത്തിരി പാടാണ് വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നമുക്ക് ദേഷ്യം വരും. നമ്മുടെ നാട് കൊടൈക്കനാലും അല്ല, സ്ഥലം അടിപൊളിയാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ ഒന്ന് കൊടൈക്കനാലും ഊട്ടിയും പോലെ ആക്കി വെച്ചേക്കാം, ഇൻക്ലൂഡിങ് ഞങ്ങളും. പിന്നെ അവിടെ ഉണ്ട് എല്ലായിടം ഇതിനെ ഫോൺ തിരിച്ചു പിടിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്കില്ലൊട്ടും വരുന്നില്ലല്ലോ ആ സാധനം. എനിക്ക് വടി കുറച്ചിട്ട് വരട്ടെ ഇങ്ങനെ നടക്കാൻ. തുടക്കത്തിൽ മൂഞ്ചിലാണെങ്കിലും അവസാനം മൂഞ്ചിലാകുന്ന അമ്മാമ്മ പറഞ്ഞത് ഈ കുളം കാണുന്നോടെ നമ്മുടെ കണ്ണ് പുറത്തു വരുന്ന ഊരിയിട്. എന്നിട്ട് ഇതിലേക്ക് ചാട്. ഒറ്റ ഒന്നും കൂടെ വരും എന്റെ കൂടെ. ഞാനിതും പിടിച്ചോണ്ട് പോകും. കിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ബാൻഫിലെ ഗ്രോസറി സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാൻഫ് ടൗണിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ബാൻഫ് ടൗൺ. അതെ, വെറും വൈബ്. ആ കാണുന്നത് ബാൻഫ് പോലീസ് സ്റ്റേഷൻ. ഞങ്ങളുടെ അടുത്ത ആക്ടിവിറ്റിയായി കെനോയിലേക്ക് പോവുകയാണ്. ഓൺ എമറാൾഡ് ടേക്ക്. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട്
നിങ്ങളിത് കാണണം. ഇവിടെയാണ് തുഴഞ്ഞു പോകേണ്ടത്, അതിനാണ് ഇവന്മാര് ഇങ്ങാട് പോയി കേറ്റിയത് ഗൈസ്. അവിടെ രണ്ടെണ്ണം ദൈവം അതേ സെയിം സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇറങ്ങി തള്ളാൻ പോണ് 4 കൊല്ലന്മാർ പിന്നെ വരാൻ പറ്റ് മുന്നിൽ പോണു. അതെ, ബാക്കി രണ്ടും എന്തിനാന്നറിയില്ല. ടാറ്റാ. അടുത്തോട്ട് ഞാൻ പിടിക്കാൻ. അങ്ങനെ അവസാനം ഇവരെ കണ്ടുമുട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന ശരി സുഹൃത്തുക്കളെ, നമുക്കിങ്ങനെ ഒന്നിച്ച് പിടിച്ച് തുടങ്ങാൻ പറ്റുമോ? പക്ഷെ അത് അന്യഗ്രഹ ജീവികൾ. ഗൈസ് ഇതാ കടി കടി. എനിക്കതല്ല, ഈ ബാക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നമ്മളിപ്പോ തക്കമ്മ പോയിട്ടാണ്. ഇത്രയും ചെറിയ ചെക്കൻ വരെ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു അപ്പാപ്പനും അമ്മാമ്മയും അവിടെ തക്കാവേ കൂടെ നടപ്പുണ്ട്. വാട്ടർഫോൾസ് ഇതിലൊക്കെ ആരും ഉള്ളിൽ കൂടി കിടക്കണം. നമ്മളായിട്ട് വഴി ഉണ്ടാകും. പേരെന്താ? ശശി. ശശി. എന്താ ജോലി? ഷൂ വിൽപ്പന. എന്തുവരെ പഠിച്ചു? എന്തുവരെ പഠിച്ചു? റബ്ബർ ബാൻഡ് കറക്റ്റായിട്ട് വെട്ടിയേക്കുന്നു. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. നീ എന്തുവരെ പഠിച്ചു എന്ന് പറഞ്ഞില്ല. എന്ത് പഠിച്ചു? ഷൂ പോളിഷ്. ഞാൻ പഠിച്ചത് ചോദിക്കേ. ചേട്ടന്റെ പേര്? രവി. ജോലി. രാവിലെയും രാത്രിയൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി. ഇതാണോ ഒറ്റ ഒരു ഫുൾ പാരഗ്രാഫ്? ആ ചേട്ടന്റെ അച്ഛന്റെ പേര്? രമേശ്. പഠിച്ചത് രായപുരം ഹൈസ്കൂൾ. രായപുരം? ആ, ഞങ്ങളവിടെ സ്കൂളൊക്കെ. റവ. അത് ഇംഗ്ലീഷിലാ, മലയാളം അറിയില്ലായിരുന്നു. ഞങ്ങൾ അതോടെ കളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒളിച്ചുമ്പാത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. പേരെന്താ? ഹാനി. ഹാനിയ? ഹാനി എന്നൊരു പേരുണ്ട്. മാനഹാനി. ഡാഡിയുടെ പേര്? ഡാഡിയുടെ പേര് ഹനാൻ. ഇഷ്ടപ്പെട്ട ഫുഡ്? ഇല്ലാത്ത പറയാൻ പറഞ്ഞില്ല. ഒഴിവച്ചില്ലെങ്കിൽ അക്കീമിന്റെ കടയിൽ ഞാൻ പറയാ. നല്ലതാ. നമ്മളിപ്പോ പോകുന്ന സ്ഥലം ഹിമാചൽ പ്രദേശ്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നു ഹണ്ടിക്ക്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നു വണ്ടി മാറ്റി ഹൈറ്റ്. സ്കൂളിലാണ് പഠിച്ചത്? ഹിമാചൽ പ്രദേശിലെ സ്കൂളിൽ. ഏത് നാട്ടിൽ നിന്നായിരുന്നു? ഹിമാചൽ പ്രദേശിൽ. പേരെന്താ പേര്? പേരാ? പേര് ലക്ഷ്മണൻ. ലക്ഷ്മണൻ. ഇഷ്ടപ്പെട്ട സിനിമ? വീട് കോളനി. നീ ലാസ്റ്റ് ആയിട്ട് കഴിച്ച ഭക്ഷണം എന്താ? പറടാ. യക്ഷിയുടെ വീടിനടുത്തുള്ള കോഴി പൊരിച്ചത്.
അതിന്റെ എക്സ്ക്ലൂസീവ്. ഗൈസ് പിന്നാമ്പുറത്ത് എന്താന്ന് ഞങ്ങൾ കാട്ടിത്തരാം. എന്റെ പിന്നാമ്പുറത്തല്ല, എന്റെ പിന്നാമ്പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല കാണിക്ക. ഇങ്ങനെ തിരിച്ചു പിടിക്കും അവിടെ. ഗൈസ്, എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കണ്ടോ പിന്നാമ്പുറത്ത് എന്താന്ന് കണ്ടോ നിങ്ങൾ? രണ്ട് കുരങ്ങന്മാർ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ വീട്. അയ്യോ, ചിലപ്പോൾ മിഥുൻ പ്രകാശ് കത്തും. എന്റെ സ്വാമി. എടാ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് കാണാൻ പോയാലോ? നേരത്തെ നമ്മൾ കണ്ടില്ലേ റോഡ് സൈഡിൽ ചെറിയ വെള്ളച്ചാട്ടം? പശുമൂത്രം പോലത്തെ. അല്ലടാ, നമുക്ക് കാണാം. പശുമൂത്രം പോലത്തെ വെള്ളച്ചാട്ടം താങ്കൾ എവിടെയാണെങ്കിലും കണ്ടിട്ടുള്ളത്? നമ്മൾ പിന്നെ താഴെ നോക്കിയാണ് ഞാൻ കാണിക്കാനുണ്ടോ? എന്നെ വേണം. കരടി ഒന്നുമില്ല അവിടെ. ഇവിടെ തുള്ളിയാ മതി, സാധനം കാണാം. തുള്ളിയാ മതി. കുട്ടിയുടെ പേരെന്താ? കൊള്ളാവോ? പ്ലാസ്റ്റിക് കപ്പിൽ കോഫി അടിക്കുന്ന ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരിക്കും. ഇത് കോഫി ആട്ടോ, തെറ്റിയിരിക്കരുത്. ഗ്ലാസ് വേറെ ആണെങ്കിലും ഇത് കോഫിയാണ്. പെരുന്തച്ഛൻ ഉരുട്ടി വെച്ച മലകൾ. എല്ലായിടത്തും ഒറ്റ തീറ്റ. നമ്മുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ മലയുടെ മേളിൽ നിന്ന് തൊട്ടിന്റെ മുകളിൽ നിന്ന് പൊന്തി വരുന്നതല്ലേ? പക്ഷെ ഈ നാട്ടിൽ അങ്ങനെയല്ല. സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ വേണ്ട, അതെ സൂര്യൻ ഇല്ല, മലയുടെ മേളിൽ വെളിച്ചൊടിച്ച അതാണ് സൺറൈസ്. യാ, ഇവിടെ എല്ലാം വെറൈറ്റി ആണ്. കത്തി നശിച്ച ജാസ്പർ കാട് ഉണ്ടോ? കാട്ടുതീ വന്നെല്ലാം കത്തിപ്പോയി. ഇതാണ് ഇവിടുത്തെ ചായക്കട, പെട്ടിക്കട. ആ പച്ചനാണ് അഥവാ കുഞ്ഞിക്കരടി മതി. റൊണാൾഡോ പിന്നാലെ ഇവിടെ വരെ ഓടി വന്ന വണ്ടിക്കും വണ്ടി തന്നെ അമ്മാമയ്ക്കും എന്റെ കൂട്ടുകാരുടെയും പേരെല്ലാം നന്ദി അറിയിക്കുന്നത്. സ്ഥലങ്ങളെ പറ്റി എന്താ? മല, കുന്ന്, പുഴ, മല, കുന്ന്, ഇത് തന്നെ അറിയില്ല. അനുഭവം എന്താ? ഇച്ചിരി കൊടുക്കാം. സസ്പെൻഷൻ ഇല്ല, സസ്പെൻഷൻ പേരിനെ കണ്ടുപോകണമെന്നു. പിന്നെ ഗൈസ്, നമ്മൾ 2 തവണ ചെക്ക് ചെയ്യാൻ ശ്രമിക്കണം എല്ലാം. അതായത് ക്യാമ്പ് ബുക്ക് ചെയ്തത് ശരി. അതെ അതെ. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ക്യാമ്പ് ബുക്ക് ചെയ്ത താങ്കൾക്ക് അത് ബുക്ക് ആയില്ല എന്നറിഞ്ഞപ്പോ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം? എന്ന് പറഞ്ഞാ ഇങ്ങനെ നോക്കിയാ പിന്നെ അങ്ങോട്ട് നമുക്കൊന്നും പോകത്തില്ല. വന്നതും കൂടെ കയറി പോകും. അവസ്ഥ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കണ്ണീന്ന് വായിച്ചു. എന്തിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെന്നൊന്ന് വിശദീകരിക്കാമോ? ഇല്ല, അതിലെന്റെ സംസ്കാരം എന്നെ മുന്നോട്ട് താങ്കളുടെ ട്രിപ്പ് അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കരടിയെ കണ്ടില്ല. ഇതായിരുന്നു ഞങ്ങളുടെ RV. ഈ വണ്ടിയിൽ നിന്ന് തറയിൽ തൊടേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ പറയാം, ഞങ്ങൾ ഉദ്ദേശിച്ചത് ക്യാമ്പിംഗ്, ഹൈക്കിംഗ് ഒക്കെയാണ്. പക്ഷെ ഞങ്ങൾ നടത്തിയ എന്താന്ന് വെച്ചാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങി മടുത്തത് കൊണ്ട് ഞങ്ങള് ആയിരങ്ങൾ ചെലവാക്കി വണ്ടി എടുത്ത് അത് ഓടിച്ച് റോട്ടിൽ കൂടി ഇങ്ങനെ ചെയ്യിച്ചു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവും. ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ